ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടിഫിൻ ബോക്സസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വൈറലായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ ടിഫിൻ ബോക്സസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ഒരുപാട് വീഡിയോസും റിവ്യൂസൊക്കെ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവരും വീഡിയോസ് ഞാൻ കുറേ കണ്ടിട്ടുള്ളത് ന്യൂ ആയിട്ട് മേടിച്ച് അതിൽ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ലീക്കും കാര്യങ്ങളും അങ്ങനത്തെ. ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ മേടിച്ചു. എൻ്റെ കുറേ ലഞ്ച് ബോക്സസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ 2 ഇയർ 1 ഇയർ ഒക്കെ ആകുമ്പോൾ അതെങ്ങനെയാണ് അവസ്ഥ, അതായത് നമ്മൾ കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള അവസ്ഥ എങ്ങനെയാണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഏത് ലഞ്ച് ബോക്സ് വാങ്ങണം, അത് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ, അപ്പോഴാണ് ഇത് മറ്റുള്ളവർക്ക് കൂടി യൂസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് കണ്ടോ ഇങ്ങനത്തെ വെറൈറ്റീസ് ഓഫ് ടിഫിൻ ബോക്സസ് ഉണ്ട്. ദെൻ കുറേ ടിഫിൻ ബോക്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റീൽ ഓൾസോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ടിഫിൻ ബോക്സിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് മിൽട്ടൺ എന്ന ബ്രാൻഡിൻ്റെ. ഞാൻ ഒരു ബ്രാൻഡിന് പ്രൊമോഷൻ ചെയ്യുമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് നമ്മുടെ ഹോണസ്റ്റ് റിവ്യൂ പറയാണ്. ഇത് വന്നിട്ട് ഇങ്ങനെ കണ്ടോ, ക്ലിപ്സ് ഉള്ള ഒരു ടിഫിൻ ബോക്സ് ആണ്. 3 കമ്പാർട്ട്മെന്റ് ടിഫിൻ ബോക്സ് ആണ് കേട്ടോ. ഇത് നമ്മുടെ വൈറലായിട്ടുള്ള ടിഫിൻ ബോക്സസ് ആണ് അല്ലേ? യെസ്. അപ്പോൾ നമ്മളും ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ മേടിച്ചതാണ്. മേടിച്ചിട്ട് ഐ തിങ്ക് 1.5 ഇയേഴ്സ് ആയി തോന്നുന്നു കേട്ടോ. യൂസ് ചെയ്തിട്ടുണ്ട് ഞാനിത്, പക്ഷെ വല്ലാണ്ട് യൂസ് ചെയ്തിട്ടില്ല. കാരണം എനിക്കിത് അതായത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഫെയിലിയർ ആയിട്ടായിരുന്നു കേട്ടോ വന്നത്. അതായത് കണ്ടോ, ഇത് ഫസ്റ്റ് നമ്മൾ യൂസ് ആക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നീട് അത് യൂസ് ചെയ്ത് ഈ ക്ലിപ്സ് ഉണ്ടല്ലോ, നമ്മളിത് അടച്ചിട്ട് ഇതിങ്ങനെ ലൂസ് ആവും. ഓക്കെ, ലൂസ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇങ്ങനെ ലൂസ് ആവും ഇത്. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണല്ലോ വെക്കുന്നത് ബാഗിൽ, അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ വെക്കുന്നത്. അപ്പോൾ ഇത് ലീക്ക് ആവും, പിന്നെ മിക്സ് ആവുന്നുണ്ട്. മോള് പറയുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ലീക്ക് ആവുന്നുണ്ട്, മിക്സ് ആവുന്നുണ്ട്, ഇപ്പുറത്ത് വെച്ചത് ഇപ്പുറത്ത് വരുന്നുണ്ട്, മിക്സ് ആവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ള പിക്ചറൊക്കെ ഉണ്ടായതാണ്, അതൊക്കെ പോയിട്ട് അതൊക്കെ പോകും. ഓക്കെ, അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഈ ഒരു റബ്ബറിൻ്റെ ഇത് വരുന്നുണ്ട് അല്ലേ? അപ്പം ഇതും കുറച്ചാകുമ്പോൾ ഇങ്ങനെ നമ്മൾ ഇതെടുത്ത് വാഷ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ വാഷ് എങ്ങനെയാണ്, ഇതിൻ്റെ കെയർ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ലാസ്റ്റായിട്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ എന്തായാലും ഒന്ന് കാണണം കേട്ടോ. ഇങ്ങനത്തെ ടിഫിൻ ബോക്സ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ലൂസ് ആവുന്നുണ്ട്. ഓക്കെ, ലൂസായി പറഞ്ഞാലും ലീക്ക് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, 3 കമ്പാർട്ട്മെന്റ് ടിഫിൻ ബോക്സ്. പിന്നെ ഈ ഗ്ലാസിന്റെ ലിഡുള്ള, ഞാൻ അത് ഇതുവരെ മേടിച്ചിട്ടില്ല. അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറെ യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് അതിന്റെ അതായത് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അത് മറ്റുള്ളവർക്ക് കൂടി യൂസ് ആവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എൻ്റെ അടുത്തുള്ളത് ഇത് തന്നെയാണ് കേട്ടോ. ഇതും മിൽട്ടൻ്റെ ആണ് കേട്ടോ. ഓക്കെ, ഞാൻ അങ്ങനെ എല്ലാം മിൽട്ടൻ്റെ വാങ്ങുന്നതല്ല, അങ്ങനെ വാങ്ങിയിട്ട് അങ്ങനെ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഇങ്ങനെ കണ്ടോ, ഇതിൽ ഒരു ഹാൻഡിലുണ്ട്. ദെൻ റൗണ്ടിൽ തിരിച്ചെടുക്കണം. ദെൻ ഒരു ഡിവിഷൻ ഉണ്ട് ഇവിടെ. അഗൈൻ ഇത് ഓക്കെ, സ്റ്റീൽ തന്നെയാണ് ഉള്ളിൽ. ഒരു ഹോട്ട് കേസിന്റെ മോഡൽ. ഇത് ചൂട് നിൽക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്, പക്ഷെ ചൂട് നിൽക്കില്ല, തണുപ്പൊന്നുമില്ല കേട്ടോ. അതാ നമ്മുടെ ടിഫിൻ ബോക്സ് എങ്ങനെയാണോ അതേമാതിരിയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ചൂടൊന്നും നിൽക്കില്ല കേട്ടോ ഇതിലൊരു പൊട്ടും. ഇതാണ് നമ്മുടെ അടുത്ത ടിഫിൻ ബോക്സ്. ഓക്കെ, അപ്പൊ ഇത് നല്ലതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചൂട് നിൽക്കില്ല എങ്കിലും ഇതിങ്ങനെ ടൈറ്റ് എപ്പോഴും ഇങ്ങനെ റൗണ്ടിൽ തിരിച്ചടയ്ക്കുന്നത് കൊണ്ട് ഇത് നല്ലതാണ്. ഓക്കെ, ലീക്ക് ആവില്ല, എപ്പോഴും ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് ഇതിനെ കൊണ്ട് ഒരു നെഗറ്റീവ് അഭിപ്രായവും ഇല്ല, നല്ല തന്നെയാണ് കേട്ടോ, ചൂട് നിൽക്കില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടിഫിൻ ബോക്സ് എന്ന് പറയുന്നത് ഈ ഒരു ടിഫിൻ ബോക്സ്. ഓക്കെ, എഗെയിൻ ഇതൊരു 2 കമ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇവിടെയും ഇതേപോലെ സ്പൈഡർമാനെ തോന്നുന്നത് എൻ്റെ മോൻ്റെ. ഇത് നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയും ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇനി വരുന്ന വർഷത്തിലൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ സ്പൈഡർമാൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോകും കേട്ടോ, അതൊന്നും ഉണ്ടാവില്ല. ദെൻ കേട്ടോ 2 കമ്പാർട്ട്മെന്റ് ആണുള്ളത്. ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു ഭാഗം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ റബ്ബർ നല്ല നല്ല റബ്ബറാട്ടോ, അത് നല്ല ഇപ്പോഴും ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതും കൂടി ഇങ്ങനെ ചേരുമ്പോൾ അതിൽ നന്നായി ഇങ്ങനെ പ്രസ്സാക്കിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ലീക്ക് വരുന്നില്ല കേട്ടോ, ലീക്ക് വരുന്നില്ല. എങ്കിലും ഞാൻ ഈ ചട്നീസ് അങ്ങനത്തെ കുറച്ച് കറീസ് ആണെങ്കിൽ സെപ്പറേറ്റ് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.
അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇതിൽ ഡ്രൈ ആയിട്ടുള്ള ഇപ്പോൾ ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി, ഇതിൽ നട്ട്സോ ഫ്രൂട്ട്സോ അങ്ങനെയൊക്കെ വയ്ക്കും. ചട്നീസ് അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു കുഞ്ഞു പാത്രം വെച്ച് കൊടുക്കും, അടപ്പുള്ളത്. എന്നിട്ട് ഇവിടെ കുറച്ച് ഇഡ്ഡലീസിൻ്റെ പീസും ഇവിടെ ഫ്രൂട്ട്സോ നട്ട്സ് ഒക്കെ വെക്കും. അങ്ങനെയാണ് ഞാൻ അവനക്കിത് പാക്ക് ചെയ്യല് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ലഞ്ച് ബോക്സ്. ഇതിൻ്റെ ബ്രാൻഡ് എനിക്കറിയില്ല, ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പം ഇതിൻ്റെ ഇതെല്ലാം പോയി, മുന്നേ മേടിച്ചതാണ്, അതുകൊണ്ട് കിട്ടുന്നില്ല. ഇങ്ങനത്തെ നിങ്ങൾ കാണുകയാണെങ്കിൽ വാങ്ങാം, നല്ലതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടിഫിൻ ബോക്സ് ഇതാണ് കേട്ടോ. ഓക്കെ, ഇത് വന്നിട്ട് നമ്മുടെ സെല്ലോ എന്നൊരു ബ്രാൻഡിൻ്റെ ആണ്. ഓക്കെ, ഇതിൽ നമ്മുടെ പ്രിൻസസ് ഒക്കെ, ഡിസ്നി പ്രിൻസസിൻ്റെ പ്രിൻ്റാണ് വരുന്നത്. നല്ല ക്യൂട്ടും ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഇതിലും ക്ലിപ്സ് ആണ് കേട്ടോ, ഇങ്ങനെ ക്ലിപ്സ് ആണ്. എക്സ്ട്രാ ഒരു ക്ലിപ്പ് കൂടി അവർ തരുന്നുണ്ട് കേട്ടോ, ഇതേപോലത്തെ തരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതിൽ വരുന്നത് ഒരു 1 കമ്പാർട്ട്മെന്റ് ഉണ്ട് കണ്ടോ. ഓക്കെ, ദെൻ നമ്മുടെ സ്റ്റീൽ തന്നെയാണ് ഉള്ളിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും കുഴപ്പമില്ല, നല്ലതാണ്. ഇവിടെ കണ്ടോ റബ്ബറിൻ്റെ നല്ല നല്ല കട്ടിയിലുള്ള ഒരു റബ്ബറിൻ്റെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മൂടിയിൽ ഇതിങ്ങനെ അറ്റാച്ച് ആയിട്ട് നന്നായി ടൈറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടും ഒക്കെ നോക്കി. പിന്നെ ഫുഡ് ഇത് ന്യൂ ആണ് കേട്ടോ, സത്യം പറഞ്ഞാൽ ഇത് ന്യൂ ആണ്. ഞാനിത് വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഇതിൻ്റെ ഉള്ളിലും വെള്ളം ഒഴിച്ച് ലീക്കില്ല, അതുപോലെ ഇതിൻ്റെ മൂടിയിലും വെള്ളം ഒഴിച്ചിട്ട് നോക്കിയിട്ടുണ്ട്, അപ്പോഴും ലീക്ക് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും ന്യൂ ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ ടിഫിൻ ബോക്സസ് മേടിക്കുമ്പോൾ അങ്ങനെ ലീക്ക് കാണുന്നില്ല. കുറച്ച് യൂസ് ആക്കുമ്പോൾ ഈ ക്ലിപ്സ് ലൂസ് ആകുമ്പോഴാണ് അത് ലീക്കായിട്ട് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ കറീസും ചട്നീസൊക്കെ ഇങ്ങനത്തെ മോഡൽ ടിഫിൻ ബോക്സസിൽ കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് നമ്മളൊരു എന്താ ഒരു കുഞ്ഞ് ഒരു കണ്ടെയ്നറിൽ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പം ലീക്കാവില്ല, അതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ അവർക്ക് തുറക്കാൻ, കുഞ്ഞു മക്കളാകുമ്പോൾ തുറക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന, എൻ്റെ അടുത്ത് അങ്ങനത്തെ കണ്ടോ, ഇതെൻ്റെ ഒരു പഴയതാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ തുറക്കുന്നതാ. ഓക്കെ, അപ്പം ഇങ്ങനത്തേൽ കൊടുത്തുവിടാം, അല്ലെങ്കിൽ റൗണ്ടോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ, അങ്ങനത്തെ യൂസ് ആക്കാം. അടുത്ത ടിഫിൻ ബോക്സ് പറയുന്നത് ഈ ഒരു ടിഫിൻ ബോക്സ് ആണ്. ഇത് നമ്മുടെ ആമസോണിലും എല്ലാ ഓൺലൈനിലും ഇത് കാണാൻ പറ്റും. ഒലിവെയർ എന്ന ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഓക്കെ, ഇത് ലഞ്ച് ബാഗോട് കൂടി വരുന്ന ഒരു ടിഫിൻ ബോക്സ് ആണ്. ഓക്കെ, ഇതിങ്ങനെ ഒരു ഓപ്പൺ ഉണ്ട്. ദെൻ ഇതിലിങ്ങനെ ബോക്സസ് ആയിട്ടാണ്. ഇത് 1, ദെൻ 2, 3 കണ്ട. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് റൈസ്, ചട്നീസ്, കറീസ്, ഫ്രൂട്ട്സ് എല്ലാം ഇതിൽ പോകും കേട്ടോ. ഇത് നല്ലൊരു ടിഫിൻ ബോക്സ് ആണ്. ഇതെനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ള ഒരു ടിഫിൻ ബോക്സ്, നന്നായി യൂസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. എൻ്റെ മോൾക്ക് തന്നെ മേടിച്ചാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇതുപോലെ ഇങ്ങനെയാണ് ഓപ്പണിങ് വരുന്നത്. ഇത് ഇങ്ങനെയാണ് അടച്ച് ഇങ്ങനെ ടൈറ്റായിട്ട് അടയ്ക്കുന്നു. ദെൻ ഇങ്ങനെ തുറക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ യൂസ് ചെയ്യാണ്ട് വെച്ചോണ്ട് കുറച്ച് ടൈറ്റായി എന്ന് തോന്നി. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, അവൾക്കൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് നല്ല തന്നെയാണ്. ഇങ്ങനെയാണ്. ഓക്കെ, നല്ല ടൈറ്റായിട്ട് ഇരിക്കും, അതുപോലെ നല്ല സ്പേഷ്യസ് ആണ്. ഓക്കെ, ദെൻ ഇതിലൊരു ലീക്കും കാര്യങ്ങളും അതുപോലെ മിക്സിങ്ങും ഒന്നും വരില്ല കേട്ടോ. ദെൻ അടുത്തത് ഇതുപോലെ ഇങ്ങനെ കണ്ടോ, ഈസി ആയിട്ട് ഇത് തുറക്കാം കേട്ടോ. ഇതാ നെക്സ്റ്റ് ഒരു ചെറുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടിഫിൻ ബോക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു ബാഗിൽ ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇരുന്നോളും. അതേപോലെ അതായത് നമ്മൾ ഇങ്ങനെ വെക്കുന്നതും അതുപോലെ ഏതായാലും ഇങ്ങനെ വെക്കുന്നതും ഇങ്ങനെ വെക്കുന്നതും വ്യത്യാസമുണ്ടല്ലേ. ഇങ്ങനെ വെക്കുമ്പോൾ അത് പിന്നെയും മിക്സ് ആവുക അല്ലെങ്കിൽ ലീക്ക് ആവില്ല, നന്നായി ഇരുന്നോളും, നമ്മൾ വെച്ച് കൊടുത്ത പോലെ തന്നെ ഇരുന്നോളും. ഇങ്ങനെ വെക്കുമ്പോൾ ഫുള്ള് ലീക്ക് ആവാനും ഇങ്ങനെ ഒഴുകിയിട്ട് ബാഗൊക്കെ ഡാമേജ് ആവും, അങ്ങനെയൊക്കെ ആവും അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് സ്കൂളിൽ പോയാലും അവളിത് ഇങ്ങനെ തന്നെ വെക്കുന്നത്. അപ്പോൾ അത് എവിടെയും മിക്സ് ആവില്ല, ലീക്ക് ആവില്ല, നന്നായിട്ടിരിക്കും. എങ്ങനെയാണോ വെച്ച് അതേപോലെ കഴിക്കാൻ വേണ്ടിയിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ടിഫിൻ ബോക്സ് ആണ്. ഞാനിത് നന്നായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ മക്കൾക്ക് ഇത് കുറേ ബോക്സസ് ആയിട്ട് തുറക്കാനും അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല, എങ്കിലും അവർക്ക് ഈ 3 എണ്ണമൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞാൽ ഇത്തിരി ഒരു പാടല്ലേ. അപ്പോൾ കുറച്ച് വലിയ കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് പോകും കേട്ടോ. നമുക്കിപ്പോൾ ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാൻ സൂപ്പറാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ നല്ലൊരു ടിഫിൻ ബോക്സ് ആണ് ഇത്. പിന്നെ എൻ്റെ അടുത്തുള്ളത്, പിന്നെ ഇത് ഇങ്ങനെ ജസ്റ്റ് സ്നാക്സോ അല്ലെങ്കിൽ സാൻഡ്വിച്ചസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ചുമ്മാ. അപ്പോൾ നമ്മൾ ഇത് പ്ലാസ്റ്റിക് തന്നെയാണ്. ഇങ്ങനത്തെ പ്ലാസ്റ്റിക്സിൻ്റെ
എടുക്കുമ്പോൾ ഇതോ കണ്ടോ, ഇത് വന്നിട്ട് ഇങ്ങനെ ഇതിലുള്ളിലൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇങ്ങനെ ഇതൊക്കെ നോർമലി നമ്മുടെ എല്ലാവിടെയും ഉള്ള എന്താ സ്നാക്സ് ബോക്സസ് ആണ് അല്ലേ. ഓക്കെ, ഇത് സ്നാക്സ് ബോക്സ്. അപ്പോൾ ഈ നമ്മൾ പ്ലാസ്റ്റിക്സിന്റെ എടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഇവിടെ എഴുതിയിട്ടുണ്ടാവും ബാക്കിൽ. കണ്ടോ, ഈ ഫുഡിന്റെ ഒരു പിക്ചർ കാണാമോ എന്ന്, പഴയതാണ് കേട്ടോ, ഇങ്ങനെ ഒരു പിക്ചർ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതുണ്ടോന്ന് നോക്കുക. ദെൻ 5 കണ്ടോ. പിന്നെ ഇതിന്റെ പ്ലാസ്റ്റിക്കിന്റെ നമ്പർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു നമ്പർ എഴുതും. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഷേപ്പിന്റെ ഉള്ളിൽ കേട്ടോ. 5 എന്നാണെന്നുണ്ടെങ്കിൽ ഇത് ഫുഡിന് പറ്റിയ പ്ലാസ്റ്റിക് ആണ് എന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം. ഓക്കെ, അതിന്റെ ഒരുപാടുള്ള കുറേ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അറിയുന്നത് കേട്ടോ. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. 5 എഴുതിയതാണ് ഫുഡ് ആക്കാൻ പറ്റിയത്. ഇപ്പൊ 1 എഴുതിയാൽ നമ്മളത് റീയൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആ പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റിനെ പറയുന്നത്. നമ്മളത് 1 ടൈം യൂസ്, അങ്ങനത്തെ ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. അപ്പൊ അത് നമ്മൾ അങ്ങനത്തെ പ്ലാസ്റ്റിക് ഒന്നും കുട്ടികൾക്ക് കൊടുത്തു വിടരുത് കേട്ടോ. 5 എഴുതിയതാണ് ഫുഡിന് പറ്റിയ നല്ല പ്ലാസ്റ്റിക്. അപ്പൊ അങ്ങനത്തെ പ്ലാസ്റ്റിക് മാത്രം കുട്ടികൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ എൻ്റെ അടുത്തുള്ളത് യെസ്, ദെൻ ഇത് നമ്മുടെ നോർമൽ നമ്മുടെ ചോറ്റുപാത്രം. അതിനിതാ ഒരു കറി ബോക്സ്. ഓക്കെ, അപ്പൊ ഈ കറി ബോക്സ് ഞാൻ ഈ മറ്റേ ടിഫിൻ ബോക്സുകളുടെ കൂടിയും കൊടുത്തു വിടാറുണ്ട് കേട്ടോ. ഇങ്ങനെ കറീസിനൊക്കെ ആണെങ്കിൽ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഞാൻ പറയാനില്ല. നമ്മുടെ ട്രഡീഷണലി ഉള്ള എന്താ, നമ്മളൊക്കെ ഒരു ടിഫിൻ ബോക്സ് വെച്ചാൽ 4ഉം 5ഉം കൊല്ലം വരെയൊക്കെ കൊണ്ടുപോയിട്ടുള്ള കാലങ്ങളുണ്ട് അല്ലേ മുന്നേ. ഓക്കെ, അപ്പൊ ഒരു കേടും വരില്ല, ഈസി ടു ക്ലീൻ, ഈസി ടു മെയിൻറ്റെയിൻ, എല്ലാം സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റീലിന്റെ നമ്മുടെ സാധാരണ ടിഫിൻ ബോക്സ്. ഇതിലെല്ലാത്തിലും ഏറ്റവും ബെസ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ പേഴ്സണലി ഞാൻ പറയും ഇങ്ങനത്തെ ടിഫിൻ ബോക്സ്, സാധാ നമ്മുടെ സ്റ്റീലിന്റെ ടിഫിൻ ബോക്സ് ആണ് നല്ലത്. കാരണം എന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പാത്രങ്ങൾ എങ്ങനെയാണോ അതേപോലെ നമുക്കിത് ക്ലീൻ ചെയ്യാം, റീയൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം. ഓക്കെ, താഴെ വീണ പൊട്ടില്ല, ക്ലിപ്പിന്റെ പ്രശ്നങ്ങളില്ല, ലീക്ക് നോർമലി നമ്മളൊക്കെ ഇപ്പൊ ചോറ് കൊണ്ടുവന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാറുണ്ട് അല്ലേ, പ്ലാസ്റ്റിക്കിന്റെ കവർ, ലഞ്ച് കിറ്റ് വെച്ച് പിന്നെ അതിനൊന്ന് പ്ലാസ്റ്റിക്കിന്റെ കവറൊക്കെ എൻ്റെ ഉമ്മ ഇട്ട് തരാറുണ്ട്. അപ്പോൾ അതേപോലെ ചെയ്താൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇപ്പൊ കറീസൊക്കെ ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് ലീക്ക്, അതിനാണ് ഇങ്ങനത്തെ തരുന്നത് അല്ലേ, ഇതിലാണ് നമ്മൾ കറീസ് കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതിന്റെയും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഏറ്റവും സേഫ് ഏതാന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ തന്നെയാണ് കേട്ടോ, നമ്മുടെ നാടൻ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള പണ്ടത്തെ ടിഫിൻ ബോക്സ് ആണ് സേഫ്. കാരണം ഇങ്ങനത്തെ ടിഫിൻ ബോക്സസിലൊക്കെ കണ്ടോ, ഇതായാലും ഒക്കെ ഇങ്ങനത്തെ ഇത് വരുന്നോണ്ട് ഇവിടെയൊക്കെ ഫുഡിന്റെ ഐറ്റംസ് ഇരുന്നിട്ട് അത് എന്താ ഇൻഫെക്ഷനും ഫംഗസും ഒക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികളിൽ വയറുവേദനയും ഞാൻ പറയണ്ടല്ലോ ബാക്കിയുള്ള രോഗങ്ങൾക്കൊക്കെ വരാനുള്ള ഇടയാവും. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പൊ നമ്മൾ എപ്പോഴും വാഷ് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ഒരു ഇത് വന്നിട്ട്, ഇതൊരു റബ്ബറിന്റെ ഒരു ഐറ്റം ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഇങ്ങനെ നമ്മൾ റിമൂവ് ചെയ്ത് ഇതിന്റെ ഉള്ളൊക്കെ നല്ലോണം ബ്രഷ് ഇട്ട് ഉരച്ച് വൃത്തിയായി കഴുകണം. പിന്നെ ഇതിനിങ്ങനെ കഴുകി അങ്ങനെ അടച്ചു വെക്കാൻ പാടില്ല. നമ്മൾ ഇങ്ങനെ തന്നെ തുറന്ന് ഇങ്ങനെ കമിഴ്ത്തി ഇതിനെ ഉണക്കണം. ഓക്കെ, അതിന്റെ വെള്ളമൊക്കെ കളയണം. ദെൻ പിറ്റേ ദിവസം നമ്മൾ ഇതിൽ ഫുഡ് ആക്കുന്നതിന് മുന്നേ ഹോട്ട് വാട്ടർ ഒഴിക്കണം. ഓക്കെ, എന്നിട്ട് ഒന്ന് വെച്ച് അതിനെ കളഞ്ഞ ശേഷം വേണം നമ്മൾ ഇതിൽ ഫുഡ് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ മെയിൻറ്റെയിനിങ്ങും ക്ലീനിങ്ങിന്റെയും ഇഷ്യൂസ് അല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. അതിലെന്തെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് വന്നാൽ കുട്ടികളുടെ വയറിനും ഒക്കെ കേടാണ് കേട്ടോ. സത്യം പറയാലോ, കേടാണ്. നന്നായിട്ട് ഇങ്ങനത്തെ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നവർ മെയിൻറ്റെയിൻ ചെയ്യണം അതിനെ. പിന്നെ ഈ ക്ലിപ്സിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഫുഡ് ഇരുന്ന് അതിൻ്റെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കുഞ്ഞ് ബ്രഷസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇതിന്റെ ടയറൊക്കെ നന്നായി ക്ലീൻ ചെയ്യണം. അപ്പൊ ഇത് നല്ലോണം ഈ ടിഫിൻ ബോക്സസ് ആകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കണം കേട്ടോ, നന്നായി ശ്രദ്ധിക്കണം. അപ്പൊ ഹോണസ്റ്റ് ആയിട്ട് പറയാണ്, നമ്മള് ഇങ്ങനത്തെ ടിഫിൻ ബോക്സസിനെക്കാളും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, എല്ലാത്തിനേം കാളും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ ഈ ഒരു ടിഫിൻ ബോക്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മള് രാവിലെയൊക്കെ ഹറി ആയിട്ട് നിൽക്കുന്ന ടൈമിൽ ഇതൊക്കെ ക്ലീൻ ആക്കി വെക്കും നമ്മളെങ്കിലും ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും കാര്യത്തിൽ നമ്മളിത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടു. പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ നല്ല പാടാണ്. അന്നത്തെ ദിവസം ഇങ്ങനത്തെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാത്ത നല്ലത് കേട്ടോ, അത്രയും മോശമായിരിക്കും. നല്ലോണം ഇങ്ങനത്തെ ടിഫിൻ ബോക്സസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അതും പ്ലാസ്റ്റിക്കിന്റെ അടപ്പാണ് എല്ലാത്തിലും വരുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഉള്ളിലൊക്കെ നല്ലോണം ഫുഡ് പോയി
ഒട്ടി പിടിക്കാനും ഫംഗസും ബാക്ടീരിയ ഒക്കെ ഇരിക്കാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനത്തെ നോർമൽ ടിഫിൻ ബോക്സസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് യൂസ് ചെയ്യരുത് എന്നല്ല, നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്യുക, ചുടുവെള്ളം ഉപയോഗിച്ച് കഴുകുക. ഓക്കെ, ദെൻ ആ കമ്പാർട്ട്മെന്റുള്ള ടിഫിൻ ബോക്സിനേക്കാളും എനിക്ക് പിന്നെയും കുറച്ചുകൂടെ പേഴ്സണലി ഇങ്ങനത്തെ, അതായത് ഇതുപോലത്തെ ഇതാണ് പിന്നെയും കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയിരിക്കുന്നത്. ഇപ്പൊ ലഞ്ച് ബാഗ് നമ്മൾ യൂസ് ചെയ്യുമല്ലോ കുട്ടികൾക്ക്, അപ്പൊ ഇതിന് ഇങ്ങനെ തന്നെ വെക്കാം, ഇങ്ങനെ ഇറക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് ലീക്ക് ആവുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നന്നായിട്ട് ഇരുന്നോളും. ഓക്കെ, പിന്നെ ഇതും നല്ലതാണ് കേട്ടോ, ഇതും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഇതുപോലത്തെ നിങ്ങൾ ഏതാണ് ലഞ്ച് ബോക്സ് യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ്, ലീക്ക് ആവുന്നുണ്ടോ, കുട്ടികൾ എന്താണ് പറയുന്നത്, സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ കുട്ടികൾ എന്തൊക്കെയാണ് പറയുന്നത്, അതൊക്കെ ഒന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് പറയാം. അപ്പോൾ അത് മറ്റുള്ളവർക്ക് നല്ല യൂസ് ആവും കേട്ടോ, അവർ മേടിക്കാൻ വേണ്ടി പോകുന്നവർക്ക് നല്ല യൂസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, അപ്പോൾ ഇതെൻ്റെ റൂമിൽ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മക്കള് ഡ്രോയിങ് ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞാൻ അലോ ചെയ്യും കേട്ടോ, അവരിപ്പോഴല്ലേ വരക്കുള്ളൂ, അപ്പോൾ വരച്ചോട്ടെ. ഓക്കെ, അവരുടെ മോട്ടോർ സ്കില്ലും അതുപോലെ ഹൈ ഹാൻഡ് കോർഡിനേഷൻ ഒക്കെ നന്നാവാനും ഗ്രിപ്പിംഗ് വരാനൊക്കെ നല്ലതാണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ നെക്സ്റ്റ് ടൈം പെയിന്റ് ചെയ്യുമ്പോൾ അത് പൊയ്ക്കോളും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും ബൈ, ടാറ്റാ.